ഈ വീഡിയോയിൽ പാകിസ്ഥാനെ ചുറ്റിപ്പറ്റിയുള്ള അമേരിക്കയുടെയും ചൈനയുടെയും ഇടപെടലുകൾ മൂലം അവിടെ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച്, അത് മാത്രമല്ലാതെ പാകിസ്ഥാന്റെ ഉള്ളിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്കും ആർമിക്കും ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു വിള്ളൽ, അതാണ് നമ്മൾ ഇതിനകത്ത് നോക്കുന്നത്. അതിന് കാരണം എന്താണ്? നിങ്ങൾ എല്ലാവരും തന്നെ ഇന്നലെ വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും. പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അഥവാ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ എന്ന് വിളിക്കപ്പെടുന്ന ഇഷാഖ് ദർ, പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് വളരെ വ്യക്തമാണ്. ഇന്ത്യ പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമിച്ചതിന്റെ ഇടയിൽ പാകിസ്ഥാൻ ഒരു കാരണവശാലും അമേരിക്കയെ അതിന്റെ ഉള്ളിൽ ഇടപെടുത്തിയിട്ടില്ല. അതായത് ട്രംപ് ഇടപെട്ടിട്ടല്ല ഈ യുദ്ധം നിന്നത് എന്നുള്ളൊരു വെളിപ്പെടുത്തലാണ് പാകിസ്ഥാന്റെ ഫോറിൻ മിനിസ്റ്റർ അഥവാ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഇഷാഖ് ദർ നടത്തിയത്. എന്തുകൊണ്ട് ട്രംപിനെ നൊബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്ത പാകിസ്ഥാനിൽ നിന്നും അമേരിക്കയിൽ പോയി ഇന്ത്യക്കെതിരെ വെല്ലുവിളി നടത്തിയ അസീം മുനീറും ട്രംപും അത്രത്തോളം ഫ്രണ്ട്ഷിപ്പാണ്. ട്രംപിന് വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ ഫാൻ ക്ലബ് വരെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്നും ട്രംപിനെതിരെ ഒരു തിരിച്ചടി എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് വന്നു, ഇതിന്റെ പശ്ചാത്തലം എന്താണ്, ഇതാണ് നമ്മൾ ഉടനീളം നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. കാരണം മെയിൻ സ്ട്രീം മീഡിയയിൽ ഇതിന്റെ ഹെഡ്ലൈൻസ് മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ക്രിപ്റ്റോ കറൻസി, ട്രംപിന്റെ താല്പര്യം, ട്രംപിന്റെ ഓൺ ബിസിനസ് ഇൻട്രസ്റ്റ്, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് വാർത്തകളൊക്കെ പോകുന്നത്. പക്ഷേ ഇതിന്റെ പിന്നിൽ വളരെ നിർണായകമായിട്ട് കളിച്ചൊരു ശക്തി എന്ന് പറഞ്ഞാൽ അത് ചൈനയാണ്. ഇതിപ്പോ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ ഇതിനെ നോക്കിക്കാണേണ്ടത്, ഇതിന്റെ ജിയോ പൊളിറ്റിക്സ് നോക്കിക്കാണേണ്ടത് ഈ രീതിയിലാണ്. അതെന്ന് പറഞ്ഞാല് പാകിസ്ഥാന്റെ ഉള്ളിൽ ഒരു റീക്യാപ്പ് ഇടാം. ഈ റീക്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തുടങ്ങേണ്ടത് പാകിസ്ഥാൻ അസീം മുനീർ ഇന്ത്യക്കെതിരെ പരസ്യമായിട്ട് ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ വെച്ചിട്ട് നടത്തിയ പ്രഖ്യാപനം, അതായത് മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു പ്രഖ്യാപനം, ഹിന്ദുക്കളും മുസ്ലിംസും ഒന്നല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ടാണ് അസീം മുനീർ രംഗത്ത് വരുന്നത്. ഇയാൾ എന്തുകൊണ്ട് ഇത്രയും നാൾ പതുങ്ങിയിരുന്നിട്ട് ഇപ്പൊ ഇത് പറഞ്ഞു? കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ ഇയാൾക്ക് വേണ്ടപ്പെട്ട അസീം മുനീറുടെ കുടുംബക്കാരായിട്ടുള്ള കുറെ ആൾക്കാരെ ഇല്ലീഗലായിട്ട് തന്നെ ഇയാൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടക്കാൻ സാധ്യതയുണ്ടായിരുന്ന സമയത്താണ് അസീം മുനീർ ഇങ്ങനത്തെ ചില നമ്പറുകളുമായിട്ട് വരുന്നത്. ആ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് ഉണ്ടാകുന്നതും ഇന്ത്യക്കുള്ളിൽ ഈ രീതിയിലുള്ള തീവ്രവാദ ആക്രമണം നടത്തുന്നതും അതിനോടൊപ്പം ഇന്ത്യ അതിന് റിറ്റാലിയേറ്റ് ചെയ്യുന്നതും. ആ റിറ്റാലിയേഷനിൽ നൊബൽ സമ്മാനത്തിന് വേണ്ടിയിട്ട് ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ട്രംപ് ഇടപെട്ടുകൊണ്ട് ഞാനാണ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ യുദ്ധം നിർത്തിയത് എന്നുള്ളൊരു പ്രസ്താവനയുമായിട്ട് വരുന്നതും അതിനെ പിന്തുണച്ചുകൊണ്ട് അസീം മുനീർ ഫേക്ക് സപ്പോർട്ട് കൊടുക്കുന്നതും ഇതെല്ലാം തന്നെ നമ്മൾ കണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അസീം മുനീർ പ്രൈം മിനിസ്റ്ററിനെ വിളിച്ചുകൊണ്ട് പോയില്ല? പാകിസ്ഥാനിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, പാകിസ്ഥാനിൽ ഒരു പൊളിറ്റിക്കൽ വിങ് ഉണ്ട്. പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഷഹബാസ് ഷെരീഫിനെ അട്ടിമറിച്ചുകൊണ്ട്, ആ ഒരു ഭരണകൂടത്തിനെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ഒരു മിലിറ്ററി റൂൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തിരുന്ന ഒരു അവസ്ഥയിലാണ് ട്രംപിന്റെ ക്ഷണം വരുന്നത്. അപ്പൊ ട്രംപിന്റെ ക്ഷണം വരുന്നതോടുകൂടി ഡെമോക്രസി ഇല്ലാത്ത രാജ്യത്ത് അമേരിക്കയ്ക്ക് കൂടുതൽ ഇടപെടാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ട്രംപ് എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഡെമോക്രസി ഇങ്ങനെ തന്നെ പോട്ടെ, ഇതായിരിക്കും നല്ലത്. അപ്പൊ ആർമി ജനറൽ ആയിട്ട് ഇരുന്ന അസീം മുനീറിനെ പ്രൊമോട്ട് ചെയ്ത് സുപ്പീരിയർ ജനറൽ പൊസിഷനിലൊക്കെ ആക്കുകയാണ്. അപ്പൊ ആ രീതിയിലാക്കിയിട്ട് അസീം മുനീർ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ട്രംപ് എന്ന് പറഞ്ഞ ഒരു ട്രംപ് കാർഡ് അത് അസീം മുനീർ ത്രൂ ആണ് ഓപ്പൺ ആകുന്നത് പാകിസ്ഥാന്. അപ്പൊ അതായത് അമേരിക്കയുമായിട്ട് നമ്മൾ ബാക്ക് ടു ദ പൊസിഷനിലേക്ക് എത്താൻ അസീം മുനീർ കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അമേരിക്കയുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുകയാണ് എന്നുള്ളൊരു പ്രതിച്ഛായയാണ് അസീം മുനീർ പാകിസ്ഥാനിൽ ഉണ്ടാക്കിയെടുത്തത്. ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ മറ്റുള്ള പൊളിറ്റീഷ്യൻസ് എല്ലാം തന്നെ ഇയാൾക്ക് താഴെ നിൽക്കണം, അതാണ് പുള്ളി ഉദ്ദേശിച്ചത്. പക്ഷെ ഇത് പൊളിറ്റിക്കൽ സറൗണ്ടിങ്ങിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് അസീം മുനീർ ചെയ്ത 2-3 കാര്യങ്ങൾ. അതിലൊന്നാണ് ട്രംപിന്റെ ഫാമിലിക്ക് ക്രിപ്റ്റോ ചാനൽ ഓപ്പൺ ആക്കി കൊടുത്തത്. അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത്. അങ്ങനെ ഒരുപാട് അഗ്രോ പ്രോജക്റ്റുകൾ ട്രംപ് റെഫർ ചെയ്യുന്ന ട്രംപിന്റെ ഫാമിലി പീപ്പിളുമായിട്ട് ചെയ്യുന്നുണ്ട്. അത് വേറെ കാര്യം, ട്രംപിന്റെ പേഴ്സണൽ താല്പര്യം, അമേരിക്കയുടെ താല്പര്യമല്ല കേട്ടോ. അതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അക്കൗണ്ടബിലിറ്റിയിൽ നിങ്ങൾ കരുതേണ്ടത്. ഇനി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്വാദാർ പോർട്ട് ഓൾറെഡി തന്നെ ചൈനയുമായിട്ട് ബന്ധമുള്ള ഒരു പോർട്ടാണ്. ക്രൗൺ ഓഫ് ജ്വൽ എന്ന് പറഞ്ഞിട്ട് സീപക് കോറിഡോറിന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിന്റെ നേരെ ഓപ്പോസിറ്റില് അമേരിക്കയ്ക്ക് ഒരു മിലിറ്ററി ബേസ് കൊടുക്കുകയാണ് പാകിസ്ഥാൻ. ഇത് ശരിക്കും പറഞ്ഞാൽ ചൈനയെ ചൊടിപ്പിച്ചു. ഇത് ചൈനയെ ചൊടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല. ശരിക്കും പറഞ്ഞാൽ ഈ BLA ആർമിയെ അടിച്ചു ഒതുക്കി കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന പാകിസ്ഥാൻ ആർമി. കാരണം ചൈന വർഷങ്ങളായിട്ട് അവിടെ പരിശ്രമിക്കുകയാണ്, അവിടെ ഒരു ഡോമിനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഈ BLA ആർമിയുടെ ഉപദ്രവം കൊണ്ട് ചൈനയ്ക്ക് അവിടെ പണിയെടുക്കാൻ കഴിയുന്നില്ല. ചൈന പണം മുടക്കിയിട്ടും അവിടെ ചൈനയ്ക്ക് ഒരു നിലനിൽപ്പും കിട്ടാത്തൊരവസ്ഥയാണ്.
ആ സാഹചര്യത്തിൽ അതേ സ്ഥലത്ത് അമേരിക്കയ്ക്ക് ഒരു ബേസ് ഒരുക്കിക്കൊണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. ഇതെങ്ങനെ സാധിക്കും എന്നാണ് ചൈനയുടെ ഡൗട്ട്. അമേരിക്ക പ്ലാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഇന്റലിജൻസ് വിങ്ങിനെ ഇറാനിലേക്ക് സ്പൈ വർക്കിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മിലിറ്ററി ട്രൂപ്പിനെ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റ് മേഖലയിലേക്കും ഡൈവേർട്ട് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് ഇന്ത്യയുടെ കാര്യങ്ങളും അവിടെ നിരീക്ഷിക്കാം. ഈ രീതിയിലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ സൈഡിൽ ഒരു കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇനി ഇന്ത്യ തീർച്ചയായിട്ടും അമേരിക്കയെ വിശ്വസിക്കില്ല എന്നുള്ളത് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അവിടെ വ്യക്തമായിട്ടൊരു മിലിറ്ററി ബേസ്, അപ്പൊ ഇന്ത്യയുടെ തോളത്തെങ്കിലും തോളത്ത് ഒരു സൈഡിലെങ്കിലും നമുക്കൊരു ബേസ് വേണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഇൻഡോ പസഫിക് റീജിയനിലാണ് അവർ എയിം ചെയ്യുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഓക്കെ പറഞ്ഞ അസീം മുനീറിനെ ഇപ്പൊ ചവിട്ടി താഴെ ഇടാനാണ് ചൈന തീരുമാനിച്ചിരിക്കുന്നത്. ഇതെവിടെയാണ് സംഭവിച്ചത്? അഫ്ഗാനിസ്ഥാനിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ വിസിറ്റ് ചെയ്ത വാങ് യി, ചൈനീസ് ഫോറിൻ മിനിസ്റ്റർ വാങ് യിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു, ഇഷാക് ദർ. അപ്പം ഇഷാക് ദറുമായിട്ടാണ് സംസാരിച്ചത്. ഇഷാക് ദറും വാങ് യിയും താലിബാന്റെ ആൾക്കാരുമായിട്ടാണ് സംസാരം, അവിടെ ഒരു മീറ്റിംഗ് ഉണ്ടായത്. അപ്പൊ അവിടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഇയാളെ ചവിട്ടി പുറത്താക്കണം. ആരെ? അസീം മുനീറിനെ. അപ്പൊ അതിനെന്താണ് വേണ്ടത്? ആ രീതിയിലുള്ള ജിയോ പൊളിറ്റിക്കൽ മൂവ് ആണ് ചൈന നടത്തുന്നത്. ചൈന അത്ര നിസ്സാരക്കാരല്ല. കാരണം ചൈന അത്രമാത്രം ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പ് എന്താണ്? അതായത് അമേരിക്ക ഇന്ത്യയുമായിട്ട് ഒരു ട്രേഡ് താരിഫ് വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വന്ന അഭിപ്രായ വ്യത്യാസത്തിൽ മുതലെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങി വന്ന പാകിസ്ഥാൻ. അല്ലാതെ അമേരിക്കയ്ക്കും ഇന്ത്യയും തമ്മിൽ യുദ്ധമൊന്നുമല്ല. ഇത് ഏത് നിമിഷത്തിലും ഏത് നേരത്തിലും റിസോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഷ്യൂ ആണ് അമേരിക്കയ്ക്കും ഇന്ത്യക്കും ഇടയിലുള്ളത്. അപ്പൊ അതിൽ എരിതിയിൽ എണ്ണ പകർന്നു കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി നിന്നതാണ് അസീം മുനീർ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു യുദ്ധത്തിന്റെ വിഷയത്തിൽ ട്രംപ് ഇടപെട്ടിട്ടില്ല എന്നുള്ള വാർത്ത ഇഷാക് ദർ തന്നെ തുറന്നു പറഞ്ഞത്. ഇത് തുറന്നു പറയിപ്പിച്ചത് ചൈനയാണ്. കാരണം ചൈന ഇത് തുറന്നു പറയിപ്പിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, ഒന്ന്, ട്രംപിനെ തേച്ചു ഒട്ടിക്കാൻ, നമ്പർ 1. അതോടൊപ്പം ഈ ഒരു വിഷയം പാകിസ്ഥാന്റെ ഒരു മിനിസ്റ്റർ തുറന്നു പറയുമ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞ് മാറ്റി പറയുമായിരിക്കും. കാരണം വേറെ ഒന്നുമില്ല, ഇനി എന്തെങ്കിലുമൊക്കെ സെറ്റിൽമെന്റ് നടത്തുമായിരിക്കും. ഇല്ലെങ്കിൽ ട്രംപുമായിട്ടൊരു ഫോൺ കോൾ സംഭാഷണം ഇഷാക് ദറിനെ കൊണ്ട് സംസാരിപ്പിക്കുമായിരിക്കും. ആ രീതിയിലൊക്കെ കാര്യങ്ങൾ മാറി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എപ്പോഴും പാകിസ്ഥാൻ ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ ഒരു സത്യം അവർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് ഒരു സോപ്പിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കി ആ സ്റ്റേറ്റ്മെന്റിനെ തന്നെ തിരുത്തി പറയാനുള്ള സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഇതിൽ വലിയൊരു വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്, ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ബോലാരി എയർബേസ് എന്ന് പറഞ്ഞ എയർബേസിൽ ഏതാണ്ട് 12ഓളം F-16 ഇവര് ഹാങ്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഹാങ്കർ എന്ന് പറയുന്നത് ഈ ഫൈറ്റർ ജെറ്റുകൾ കൊണ്ട് നിർത്തി വെക്കുന്ന ഹാങ്കറാണ്. ഓരോന്നിനും ഓരോ ഹാങ്കർ ഉണ്ടാവും. അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ബൊലാരി എയർബേസ് ആണ് ഇന്ത്യ അടിച്ച് തകർത്തത്. അത് തകർക്കുന്ന സമയത്ത് ഏതാണ്ട് 8 മുതൽ 10 F-16 എങ്കിലും ഡാമേജ് ആയിട്ടുണ്ട്, മീൻസ് ഡിസ്ട്രോയ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ത്യൻ സൈഡിൽ നിന്നുള്ള കൺഫർമേഷൻ. അപ്പൊ ഈ വാർത്ത ഇതാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയെ ചുടിപ്പിച്ചത്. അല്ലാതെ നമ്മൾ കിരാണ ഹിൽസിൽ നമ്മൾ ചെയ്തു, അത് വേറെ കാര്യം. ഈ കിരാണ ഹിൽസിൽ നമ്മൾ നടത്തിയ ആ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റിൽ നമ്മൾ നടത്തിയ അറ്റാക്കും ഒരു റീസൺ ആണ്. അത് യുദ്ധം നിൽക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനെ ഇന്ത്യയെ വിളിക്കാൻ പ്രേരിപ്പിച്ച പ്രവൃത്തിയാണ് കിരാണ ഹിൽസിൽ സംഭവിച്ചത്. കാരണം അവരുടെ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് അടിച്ചു തകർത്തത്. അപ്പൊ അതിനുശേഷം ആകാശത്ത് പറന്നുകൊണ്ടിരുന്ന ഫൈറ്റർ ജെറ്റുകൾക്കെല്ലാം കമാൻഡ് ഇല്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് വേറെ ഒരു വഴിയില്ല. ഇന്ത്യയിൽ നിന്ന് ഏത് മിസൈൽ വരുന്നു, ഇന്ത്യയിൽ നിന്ന് ഏത് ഫൈറ്റർ ജെറ്റ് വരുന്നു, ഒരു കമാൻഡ് അവർക്ക് കിട്ടില്ല. ആ സാഹചര്യത്തിൽ അവര് ഹെൽപ്ലെസ് ആണെന്ന് തിരിച്ചറിഞ്ഞ മൊമെന്റിൽ ഇന്ത്യയെ വിളിച്ചതാണ്. അല്ലാതെ അമേരിക്ക പറഞ്ഞിട്ടല്ല അവർ വിളിച്ചത്. അമേരിക്കയെ ചൊടിപ്പിച്ചത് ഈ F-16 ഫൈറ്റർ ജെറ്റുകളെ അടിച്ചിട്ടതാണ്. ഇത് ഇന്ത്യ ഈ F-16 ഫൈറ്റർ ജെറ്റുകളെ തകർത്തിട്ട് ഈ വിഷയം ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കരുതി നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു. അത് ഇന്ത്യയുമായിട്ട് ട്രംപ് എടുത്ത നയം, താരിഫ് നയം, ഇന്ത്യയെ ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ വിമർശിക്കുക, ട്രൂത്ത് പ്ലാറ്റ്ഫോമിൽ ഭയങ്കരമായിട്ട് ഹാർഷ് ലാംഗ്വേജിൽ എഴുതുക ഇന്ത്യക്കെതിരെ, ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഇന്ത്യ ഇത് ഒരു സുപ്രഭാതത്തിൽ തുറന്നു പറഞ്ഞത്. ഇത് തുറന്നു പറഞ്ഞത് ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പാണ്. ഇത് ട്രംപും മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ ഇരുന്ന് ചോദ്യം വരുന്നുണ്ട്. അതായത് ഫൈറ്റർ ജെറ്റുകൾ അടിച്ചു എന്നുള്ള വാർത്ത വരുന്നുണ്ട്, അത് ഇന്ത്യയുടെ ആണോ പാകിസ്ഥാന്റെ ആണോ ചോദിച്ചതിന് ട്രംപ് മറുപടി പറഞ്ഞില്ല. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കണം, CIA, ഇത്രമാത്രം പവർഫുൾ ഇന്റലിജൻസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന CIA അവരുടെ കൺട്രോളിലുണ്ട്. അതുപോലെ തന്നെ അവരുമായിട്ട് നല്ല ബന്ധമുണ്ട് ISIക്ക്, പാകിസ്ഥാൻ ഇന്റലിജൻസിന്. അവർ ഇന്ത്യൻ ഫൈറ്റർ ജെറ്റിനെ അടിച്ച് വീഴ്ത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ അവര് ഇത് പറയാതിരിക്കുമോ? അമേരിക്കയാണ് ആള്. എപ്പ തുറന്ന് പറഞ്ഞത് കേട്ടാൽ മതി. കാരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ആ രീതിയിൽ ബന്ധമുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഒരു ലോങ് ഫോൺ കോൾ കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങൾ ഞാൻ ഇൻസൈറ്റ്സ് മലയാളം എന്ന് പറഞ്ഞ മെയിൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ F-16 മേടിക്കേണ്ട ആൾക്കാരൊക്കെ ഒന്ന് ചിന്തിക്കും. തായ്ലാന്റിന് F-16 കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇന്ത്യ ഈ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നതിന് മുമ്പാണ്.
പിന്നെ ഫൈറ്റർ ജെറ്റുകൾ F-16 മേടിക്കാം, അതിൽ തെറ്റൊന്നുമില്ല. F-16 എന്ന് പറഞ്ഞ ഫൈറ്റർ ജെറ്റ് നമ്മൾ കുറ്റം പറയുന്നൊന്നുമില്ല. F-16 ഒരുപാട് യുദ്ധങ്ങളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രൂവ്ഡ് മോഡൽ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ ഏത് ഫൈറ്റർ ജെറ്റ് ആയാലും അറ്റാക്ക് ചെയ്ത് വീഴ്ത്താൻ പറ്റും. അതൊക്കെ ടൈമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. അപ്പൊ പാകിസ്ഥാന്റെ ഉള്ളില് ഈ പൊളിറ്റിക്കൽ ടീം ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നു, ഈ ആർമി അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പാകിസ്ഥാന്റെ ഉള്ളിൽ 2 ഡീവിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഈ ഒരു വാർത്ത വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ സ്ട്രീം മീഡിയ ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പറഞ്ഞു തരണമെന്നില്ല. പാകിസ്ഥാന്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ടീമും മിലിറ്ററി ടീം, ആർമി ടീമും രണ്ട് പാത്രത്തിലായിരിക്കുകയാണ്. പൊളിറ്റിക്കൽ ടീം ചൈനയെ സപ്പോർട്ട് ചെയ്യുന്നു, ആർമി ടീം അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇപ്പൊ ട്രംപിന്റെയും ഷീ ജിങ് പിങ്ങിന്റെയും യുദ്ധമാണ് അവിടെ നടക്കാൻ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വൈകാതെ തന്നെ ഒരു അട്ടിമറി അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ പാകിസ്ഥാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഖൈബർ പഖ്തൂൺവ മേഖലയിൽ തന്നെ 40% ഖൈബർ പഖ്തൂൺവ പാകിസ്ഥാന്റെ കൺട്രോളിലേ ഇല്ല. നേരെ അതുപോലെ തന്നെ ബലൂചിസ്ഥാൻ മേഖലയിലാണെന്നുണ്ടെങ്കിൽ ഒരു 80% ബലൂചിസ്ഥാൻ മേഖല പാകിസ്ഥാന്റെ കൺട്രോളിലില്ല. പിന്നെ ഏത് രീതിയിലാണ് അവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സെറ്റപ്പ് നിലനിന്ന് പോകാൻ പോകുന്നത്, അതിനിപ്പോ നമ്മൾ കണ്ടു തന്നെ അറിയണം. പാകിസ്ഥാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ഇനി നടക്കാൻ പോകുന്ന ഈ ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.